എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ അടുത്തൊരു സന്തോഷ വാർത്തയാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ മണ്ണാർക്കാടുള്ള വീടിൻ്റെ വാർപ്പാണ് കേട്ടോ. ആദ്യത്തെ വീടിൻ്റെ വാർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന വീടുണ്ടാവുമല്ലോ, ആ വീടിൻ്റെ ആണ് കേട്ടോ. അതായത് പഴയ വീട് പൊളിച്ചിട്ട് നമ്മൾ പുതുതായി വെച്ചതായിരുന്നു. ഇത് ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് വെക്കുന്നതാണ് കേട്ടോ. അതായത് എൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ള അവിടുത്തെ വീടാണ്. അങ്ങനെ പണിക്കാർക്കുള്ള ചായയൊക്കെ സെറ്റായിട്ട് അപ്പോഴേക്ക് പൊറാട്ടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പണിക്കാർക്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അങ്ങനെ ആ വാവി നീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ സ്കൂൾ മുടക്കിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ സച്ചുവിന് വാദിനെ സ്കൂളിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ നിന്നാലും നമുക്ക് ഇരട്ടി പണിയായിരിക്കും. അപ്പോൾ സച്ചു ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ വാർപ്പ് നിങ്ങൾ എന്തിനാ ലീവ് എടുത്തിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരെ ഞാൻ നിർബന്ധമായിട്ട് സ്കൂളിലോട്ട് പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ. വീഡിയോ ഇവിടെ ഓണാക്കി വെച്ചത് അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് അറിഞ്ഞ നിമിഷം അമ്മ ഇവിടെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. കാരണം നീനാണോ വാവയാണോ പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ആ വാർപ്പ് ഇവിടെ നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. എന്ത് മെയിൻ പണി നടക്കുകയാണെങ്കിലും ഞങ്ങൾ അങ്ങനെ പണി നടക്കുന്ന ആ ഒരു സ്പോട്ടിൽ പണിക്കാരുള്ള ടൈമിൽ അങ്ങനെ പോകാറില്ല കേട്ടോ. ഉമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒന്നും പോകാറില്ല. കുഞ്ഞാക്ക മാത്രമാണ് കേട്ടോ പോകാറുള്ളത്. പിന്നെ പണിക്കാരൊക്കെ പോയതിനു ശേഷമാണ് നമ്മൾ പോയി നോക്കാറുള്ളത്. പക്ഷേ വാർപ്പിന് അങ്ങനെ പറ്റൂല. അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഐഡിയാണ്, കോട്ടേജിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് എങ്ങനെ ഒരു പണി എടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അതിന് മുകളിൽ കയറിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവർ പണി എടുക്കുന്നുണ്ടോ ഇല്ലേ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പണിക്കാരെ വിചാരം എന്താണ്, നമ്മൾ അവർ പണി എടുക്കുന്നുണ്ടോ എന്താ നോക്കുന്നത് എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ എവിടെ പണി എത്തിക്കണോ ഇതൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവത്തിലൊക്കെയാണ് അവർ ഈ ഒരു മിക്സൊക്കെ കൊടുന്നിടുന്നത് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ കൊടുന്നിടുന്നല്ല. കാരണം നമുക്ക് 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് താഴെ. അപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സംഭവമൊക്കെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞാക്ക പിന്നെ വാർപ്പ് കഴിയുന്നത് വരെ ആ ഒരു പൊരുവയിലും കൊണ്ടിട്ട് വീടിൻ്റെ മുകളിൽ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയും മിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരു വയനാട് ഒരു ട്രിപ്പ് പോയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അവർ ഇങ്ങോട്ടാണ് കേട്ടോ ലാൻഡ് ചെയ്തത്. രണ്ടാളും നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വീട്ടിൽ പോയി ഇങ്ങോട്ട് വരാനുള്ള ടൈമും ഇല്ല. അങ്ങനെ എന്തായാലും വാർപ്പാണല്ലോ, വരാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അവർ ചോറൊക്കെ കഴിച്ച് അവർ പെട്ടെന്ന് തന്നെ പോയിട്ട് അവർ വന്നു പോയതൊന്നും ഫാദിക്കുട്ടി സച്ചു അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അവരുടെ സ്കൂളൊന്നും വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫാദിക്കുട്ടിക്ക് എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. സ്കൂൾ വിടുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കണം. അത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പിന്നെ ഞാനും നീനും കൂടെ അവരെ കൊണ്ടുവരാനായിട്ട് പോയി. ബസ് എടുക്കുന്നതിന് മുന്നേ ചെല്ലണം, അല്ലാന്നുണ്ടെങ്കിൽ അവന് ബസ് കയറിയിട്ടുണ്ടാവില്ല. ഈ ഒരു വീട് കണ്ടതിൽ നിറയെ നായ്ക്കളുണ്ട് കേട്ടോ. സ്കൂളിൻ്റെ ആ ഭാഗത്ത് പോകുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോഴേക്കും അവർ കുരക്കാൻ തുടങ്ങും. അങ്ങനെ അതാ അവരെ സ്കൂളൊക്കെ വിട്ട് ഫാദിക്കുട്ടി ഇവർക്ക് വരി നിന്നിട്ട് വേണം കേട്ടോ പുറത്തിറങ്ങാനായിട്ട്. ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവന് വന്നു, അവനെയും കൊണ്ട് വീട്ടിലെത്തി. പരിപാടി കഴിഞ്ഞ് ഞാൻ നേരെ ഉമ്മാനെ ടൗണിലെത്തിച്ചു. ഉമ്മാക്കിനി ബസ്സിന് വേണം കേട്ടോ പോകാൻ. പണിക്കാരൊക്കെ പോയി, ഇനി നമുക്ക് അവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണല്ലോ. അങ്ങനെ അതിന് പോയതാണ്. പിന്നെ അമ്മയും നീനും ഭാവിയും പോകാനായിട്ട് ഇറങ്ങിയിട്ട് അവർ ഓട്ടോയിലാണ് പോയത്. എന്തായാലും ഇന്ന് തന്നെ നമുക്ക് നനച്ച് തുടങ്ങണം കേട്ടോ. കുറച്ചൊക്കെ ചാക്ക് നനച്ചിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ശക്തിയായി ഓസ് പിടിച്ചിട്ട് നമുക്ക് നനക്കാൻ പറ്റൂല കേട്ടോ. കപ്പ് കൊണ്ട് മെല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് നനക്കാനായിട്ട്. അപ്പോൾ ആ ഒരു നനക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വൈകുന്നേരം കേട്ടോ. പിന്നെ കുറേ അധികം നനച്ച് ചാക്കിടാണ്ടായിരുന്നു. അതായത് ഈ ബീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുകളിൽ. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും കുഞ്ഞാക്കി സച്ചും കൂടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. കൊടുക്കുമ്പോൾ നല്ല പ്രശ്നമുണ്ട് കേട്ടോ. അതായത് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. നല്ല ചെറുതായിട്ടൊക്കെ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. കാരണം നമുക്കുള്ളൊരു വീടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല. കുറേ അധികം വെട്ടിച്ചിരിക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.